ഒരു മിനിറ്റ് കൊണ്ട് 8 മാർക്ക് നമുക്ക് നേടാം. ഇതുപോലെ ഒരു എലമെന്റിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ തന്നാൽ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാൻ നോക്കാം. ആദ്യത്തെ ചോദ്യം മാസ് നമ്പർ. നമുക്കറിയാം മുകളിൽ തന്നിരിക്കുന്നതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 23 എന്ന് നമുക്ക് കിട്ടി. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ഈ താഴെ തന്നിരിക്കുന്ന നമ്പർ എന്താണ്? ഇറ്റ് റെപ്രസെന്റ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്രോട്ടോണുകളുടെ എണ്ണവും അറ്റോമിക് നമ്പറും സെയിം ആണെന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം പ്രോട്ടോണുകളുടെ എണ്ണം 11 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു ആറ്റം എടുത്താലും അതിൻ്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ആണ്. അതുകൊണ്ട് ഇലക്ട്രോണുകളുടെ എണ്ണവും 11 എന്ന് ലഭിച്ചു. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? നമ്മൾ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുന്നു. 23 നിന്ന് 11 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? നമുക്ക് 12 എന്ന് ലഭിച്ചു അല്ലേ? ഇനി ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. കാരണം 11 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നിങ്ങളടുത്ത് ചോദിക്കുന്നത് ബോർ ആറ്റം മോഡൽ വരയ്ക്കാൻ പറഞ്ഞാലോ ഓർബിറ്റ് മോഡൽ വരയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. 2 മാർക്കിന്റെ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നമ്മുടെ സോഡിയത്തിന്റെ വാലൻസി എത്രയാണെന്ന് കമന്റ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.